ഭഗവത്ഗീതയിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സത്യം ഭഗവാൻ ശ്രീകൃഷ്ണ അർജുനോട് പറഞ്ഞു. ഒരു പക്ഷേ ആ ഗീത വായിക്കുന്ന സമയം നമ്മൾ ഒരു അസ്തപ്രജ്ഞരായി എന്നൊക്കെ പറയുമ്പോലെ ഇരുന്നു പോകുന്ന ഒരു ശ്ലോകം. അതായത് യുദ്ധം തുടങ്ങുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ അർജുനോട് പറയാണ്, ഹേ അർജുന, നിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ കൗരവർ ആയുധങ്ങളും ഏന്തി നിന്നെ കൊല്ലുവാൻ തയ്യാറായിട്ട് നിൽക്കുന്ന വീരശൂര പരാക്രമികൾ, മഹാരഥന്മാർ, ഗുരുസ്ഥാനനീയർ, ബന്ധുക്കൾ, ഇവരൊന്നും സത്യത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നതേയില്ല. അവരൊന്നും സത്യമല്ല. അതുപോലെ നീ ഗാന്ധിയവും ധരിച്ച് ശത്രുക്കളുടെയൊക്കെ കാലകാലനായി നിൽക്കുന്ന നീ, സത്യത്തിൽ അങ്ങനെ ഒരാളില്ല. നിൻ്റെ കൂടെ നിൽക്കുന്ന പാണ്ഡവരും ഈ ലോകത്തില്ല. നിൻ്റെ അക്ഷഹൗണി സൈന്യമുണ്ടല്ലോ, നിനക്ക് അങ്ങേറ്റ അഭിമാനം തോന്നുന്ന സൈന്യം, അതൊരു തോന്നലാണ് അർജുന. അവയൊന്നും സത്യത്തിലില്ല. ഈ ഭാഗം വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പിന്നെ എന്തിനാണ് യുദ്ധം എന്ന് ചോദിച്ചു പോവും അല്ലേ? ഇത്രയൊക്കെ ആളുകൾ മരിച്ചിട്ട് എന്താ കാര്യം? എന്തിനാണ് ഭഗവാൻ ഈ യുദ്ധം നയിക്കാൻ വേണ്ടി അവതരിച്ചിങ്ങോട്ട് വന്നിരിക്കുന്നത്? എല്ലാവരുടെയും മനസ്സിലാ ചോദ്യം വരും. അവിടെ ഭഗവാൻ പറയുന്നത് ഒരു പരമസത്യം. ആ സത്യം മനസ്സിലാക്കുവാൻ ഉള്ള ഒരു ബോധമണ്ഡലത്തിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല. എന്താണ് സത്യം? ഇന്ന് ശാസ്ത്രത്തിനോട് ചോദിച്ചാൽ ശാസ്ത്രം അതിന് ഉത്തരം പറയും. ഈ ഭൂമിയുടെ വളരെ കുറച്ച് മാത്രമേ, ഒരുപക്ഷെ ഒരു 7%, 3%, 4% അത്രേ ഉള്ളൂ ഈ ദൃശ്യപ്രപഞ്ചം. എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ കാണുന്ന ഈ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ, അതിൻ്റെ ഗ്രഹങ്ങളും, പിന്നെ ഈ ബ്ലാക്ക് ഹോളും വൈറ്റ് ഡോർഫും ഗാലക്സികളും, ഇതെല്ലാം കൂടെ നമ്മൾ എടുത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു മൂലയിൽ കൊണ്ടുവച്ചാൽ ആ പ്രപഞ്ചത്തിൻ്റെ ഒരു 10% ഇതൊക്കെ ഉള്ളൂ. ബാക്കി 90, ഞാൻ 90 എക്സാജറേറ്റ് പറയണം എന്ന് വിചാരിക്കില്ല, എക്സാജറേറ്റ് അല്ല, അതിനെക്കാട്ടും കുറവാണ്. ഈ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന്. അത് ആറ്റങ്ങളിൽ നിന്നൊന്നുമല്ല. നിങ്ങളൊരാറ്റത്തെ കാണുന്നു, അപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതൊരു പാർട്ടിക്കിളാണ്. അതിന് വെയിറ്റ് ഉണ്ട്. ദാറ്റ് ഓക്യുപ്പൈസ് എ സ്പേസ്. എന്തെങ്കിലും ഒരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യുമല്ലോ. അതുകൊണ്ടല്ലേ തന്നെ മാറ്റർ നമ്മൾ വിളിക്കുന്നത്. മാറ്റർ ഈസ് സംതിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് വെയിറ്റ്. ഇതാണ് ഒരു ക്ലാസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ആറ്റം, അല്ല മാറ്റർ. ആൻഡ് മാറ്റർ ഇസ് മെയ്ഡ് ഓഫ് ആറ്റംസ്. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് എനർജി. എനർജി ഡസൻ ഓക്യുപ്പൈ എനി സ്പേസ് ആൻഡ് ഇറ്റ് ഡസൻ ഹാവ് വെയിറ്റ്, അല്ലേ? പക്ഷേ ഈ മാറ്ററും ഈ എനർജി ഒന്നാണെന്ന് പറയുമ്പോൾ, അതായത് നിങ്ങൾ കാണുമ്പോൾ മാത്രമേ ആറ്റം എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അതൊരു എനർജി പാക്കറ്റാണ്, അനന്തമായി നീങ്ങുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, ഒരു നദിയും ഒരു കുളവും ഒരുപോലെയാണെന്ന് പറയുമ്പോൾ അല്ലേ? എങ്ങനെ ഒരു കുളത്തിന് നദിയാവാൻ പറ്റും? നദി നിശ്ചലമായിട്ട് നിൽക്കുന്ന അവസ്ഥയെ പോലും നദി നദിയല്ലേ, കുളം കുളമല്ലേ? അത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ദൃശ്യപ്രപഞ്ചം, നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ അറിവുകൾ, ഇതെല്ലാം നമുക്ക് തരുന്ന, നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് ഈ പ്രപഞ്ചം. തലയിൽ വെട്ടം വീഴുമ്പോൾ തിയേറ്ററിൽ ആളുകൾ എണീക്കും, കാര്യം അപ്പോൾ അവർ മനസ്സിലാക്കും, ഓ ഇത് വെറും സിനിമയായിരുന്നു, അല്ലേ? അതുവരെ ചിലപ്പോൾ അവർ പൊട്ടിച്ചിരിക്കുകയും കരയും ആവേശം കൊള്ളുകയൊക്കെ ചെയ്യും. പക്ഷെ തലയിൽ വെട്ടം വീഴണം. ഈ തലയിൽ വെട്ടം വീണവർ ഈ ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു ഡ്രീമാണെന്ന് മനസ്സിലാക്കുന്നു. ഇറ്റ്സ് ജസ്റ്റ് എ ഡ്രീം. ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട്, ഇറ്റ്സ് ജസ്റ്റ് എ ഡ്രീം. ഈ സ്വപ്നത്തിൽ നിന്ന് ഉണരുകയാണ് ആവശ്യം. ഇപ്പം മനസ്സിലായില്ലേ? ഹിമാലയത്തിൽ ഏതാണ്ട് ലക്ഷക്കണക്കിന്, 4.5 കോടി ഉണ്ടെന്ന് പറയുന്ന ഒരു കണക്ക്, എന്നാലും ലക്ഷക്കണക്കിനുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ആളുകൾ
പലർക്കും നല്ല വിദ്യാഭ്യാസമുള്ളവർ, പല ജോലികളിലിരുന്നവർ, വളരെ തീവ്രമായ തണുപ്പിലും കൊടുങ്കാട്ടിലും ആഹാരം തേടാതെ, ഇര തേടാതെ, ഇണ ചേരാതെ അവർ ബ്രഹ്മചര്യത്തിൽ തന്നെ അധിഷ്ഠിതമായിരുന്നു കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ധ്യാനിക്കുന്നത്? കാരണം ഇതാണ്. അർജുനനോട് ഭഗവാൻ പറയുന്ന സത്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാര്യം ഇത് മുഴുവനൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ നിന്ന് ഉണരണം. ആ സ്വപ്നത്തിൽ നിന്ന് ഉണരാനുള്ള ഗംഭീരമായ സാധനയിലാണ് അവർ മുഴുകിയിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാകുന്ന ഒരു മണ്ഡലമല്ല. അങ്ങനെ മനസ്സിലാകുന്ന ഒരു മണ്ഡലമായിരുന്നുവെങ്കിൽ അർജുനൻ ഈ മായയെ ഉപേക്ഷിച്ച് അപ്പോൾ തന്നെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് പോകുമായിരുന്നു, അല്ലേ? അദ്ദേഹം ചെയ്യുന്നില്ല, നമുക്കും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ കണ്ണിൽ ഇത് സത്യമാണ്, നമ്മൾ കേൾക്കുന്നത് സത്യമാണ്, നമ്മൾ അനുഭവിക്കുന്നത് സത്യമാണ്. ഇതൊക്കെയാണ് സത്യം എന്ന് നമ്മൾ പറയും. യുക്തിവാദികളുടെ ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് ഇത് സത്യമാണെന്ന് കരുതുന്നതിലാണ്. കേൾക്കുന്നതിൽ സത്യമാണ്, കാണുന്നത് സത്യമാണ്, അവർ പറയുന്നത് സത്യമാണ്, അവർ ചിന്തിക്കുന്നത് സത്യമാണ്, അവർ പ്രേരിപ്പിക്കുന്നത് സത്യമാണ്. ഇത് സത്യമല്ല. എവിടെയോ ഒരു അസത്യം. ജഗത് മിഥ്യ, പ്രപഞ്ചം വെറും മിഥ്യയാണ്. അപ്പോഴോ മിഥ്യ ഉണ്ടെങ്കിൽ ഒരു സത്യമുണ്ടല്ലോ, ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ടല്ലോ, വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ടല്ലോ. ആ ഒരു യുക്തിയിൽ ആലോചിക്കുകയാണെങ്കിൽ ഈ സാധനയിൽ മുഴുകിയിരിക്കുന്ന, ഈ വസ്ത്രം പോലും ധരിക്കാത്ത ഈ സന്യാസിമാരുടെ ജീവിതത്തിൻ്റെ മഹത്വം എന്തെന്ന് നമുക്ക് മനസ്സിലാകും. അവർ നമ്മൾ കാണുന്നില്ല, ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ടൈം, ഇങ്ങനെയുള്ള കുറേ അതിരുകൾക്കുള്ളിലല്ല ജീവിക്കുന്നത്. അവർ അകക്കണ്ണ് തുറന്ന് പല പ്രപഞ്ചങ്ങളെയും കാണുന്നു. ആ ഒരു ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഈ പ്രപഞ്ചത്തിൻ്റെ അറ്റം കാണാൻ വേണ്ടി സഞ്ചരിച്ച് അത്ഭുതകരമായ കാര്യങ്ങൾ പലതും നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതുപോലെ അവരനുദിനം വിവിധ ഡയമെൻഷൻസിലേക്ക് കടന്നുപോയ ആളുകൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സാധന ചെയ്യാം. ആ ലോകങ്ങളെക്കുറിച്ചാണ് 14 ലോകങ്ങൾ എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നത്. മഹർഷിമാർ പറയുന്നത് ഒരു കുതിരപ്പുറത്ത് കയറി നബി 11 ലോകത്തിലേക്ക് വരെ പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറയുന്നത്. നമുക്കിവരെയൊക്കെ കളിയാക്കാം. ഒരു വിവരമില്ലാത്ത ആളുകളാണെന്നൊക്കെ പറയാം. പഴഞ്ചന്മാർ, പഴയ പുരാണം എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാം. പക്ഷേ മഹർഷിമാരും യേശുദേവനും നബിദേവനും ഒക്കെ അവരുടെ കോൺഷ്യസ് ലെവലിനപ്പുറത്ത് പോയി തിരിച്ചറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അഗാധമായ ധ്യാനത്തിലൂടെ ക്രിസ്തുദേവൻ കണ്ടെത്തിയ കാര്യങ്ങളാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഹീരാ ഗുഹയിലെ അഗാധമായ ധ്യാനത്തിലൂടെ മുഹമ്മദ് നബി മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആധ്യാത്മികമായ യാതൊരു ഉയർച്ചയും ഇല്ലായിരുന്നത് കൊണ്ട് അവരതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തപ്പോൾ തെറ്റുകൾ വന്നേക്കാം. അതെല്ലാ പുരാണങ്ങളിലും, പുരാണങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം പഴയ കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും സത്യത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സത്യത്തിന് അകലെ നിൽക്കുന്ന ഒരാൾ പറയുന്ന പൂർണ്ണമായ സത്യമായിരിക്കണമെന്നില്ല. എന്തായാലും നമ്മൾ ഭൗതികമായ സത്യത്തെ തേടിയാലും ആധ്യാത്മികമായ സത്യത്തെ തേടിയാലും നമ്മൾ ചെന്ന് നിൽക്കുന്ന ഒരേ ഒരു സ്ഥലത്താണ്. അതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം.